നമസ്കാരം. ഇന്നത്തതൊരു കുഞ്ഞു വീഡിയോ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. നമ്മളിപ്പോൾ ലൈവ് വോയിസാണ് ചെയ്യുന്നതെങ്കിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ കുറച്ച് ലെങ്ത് കിട്ടും കേട്ടോ. വോയിസ് ഓവർ ചെയ്യുമ്പോൾ മുറിച്ച് എടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട്. രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നലെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് പിടിയും ചിക്കനും വേണമെന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു പിടി പിടിക്കാമെന്ന് കരുതി പിടിയും ചിക്കനും കൂടി കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇപ്പം അച്ഛനാണെങ്കിൽ നടുവും കാലും ഒരു ഇത്രയും വഷളാകുന്നത് വരെ വച്ചിരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എപ്പോഴും വയ്യായ്കൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടാതിരിക്കണമേ ദൈവമേ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിനിപ്പോൾ എന്തൊക്കെ കാണിച്ച് കൂട്ടിയാലും നമുക്ക് വരേണ്ടത് വരും. അച്ഛനെ പോലെ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾ ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അച്ഛൻ. ഒരു സമയം വീട്ടിൽ മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. ഇപ്പോഴാണ് പിന്നെ അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. ആ അച്ഛനില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ എക്സസൈസ് ചെയ്താലും ആരോഗ്യം സംരക്ഷിച്ചാലും ഫുഡാണെങ്കിലും അച്ഛൻ അങ്ങനെ നമ്മൾ കഴിക്കും പോലെ ഫാസ്റ്റ് ഫുഡ് കഴിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആരോഗ്യം സംരക്ഷിച്ചാലും എല്ലാം വരേണ്ടത് വഴി തങ്ങത്തില്ല, വരും. അതാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അച്ഛനെയും കൊണ്ട് രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ഡോക്ടർ ചീമയുടെ പ്രൊഫസർ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണണമെങ്കിൽ ചീമ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചീമ പരിചയം ഉണ്ടല്ലോ. അപ്പോൾ ചീമ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചീമ വരുന്നത് കൊണ്ട് ഹോസ്പിറ്റലല്ലേ എപ്പോഴാണ് തിരിച്ച് വരാൻ പറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് കുഞ്ഞിയെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ കുഞ്ഞിയും നമ്മളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അവിടെയും ഡോക്ടർ എന്താണ് പറഞ്ഞത്, മാക്സിമം ടാബ്ലറ്റൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാനാണ് എവിടെ ചെന്നാലും അമ്മയോട് ആയാലും അച്ഛനോട് ആയാലും പറയുന്നത്. പിന്നെ ഡോക്ടർമാരിങ്ങനെ റെസ്റ്റ് എടുക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞാലും നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം തന്നെയാണ്. പക്ഷേ റെസ്റ്റ് എടുത്താൽ ഇതിനെല്ലാം നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. 2 വീലറിലുള്ള യാത്ര കുറയ്ക്കുക, ഫുൾ റെസ്റ്റ് എടുക്കുക, വെയിറ്റ് എടുക്കാണ്ടിരിക്കുക, ഇതൊന്നും അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ കേൾക്കത്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്താലൊരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് സർജറി തന്നെയാണ്. പക്ഷേ നമുക്കിങ്ങനെ സർജറിയോട്, കാരണം അച്ഛന് നല്ല തേയ്മാനം ബാക്കിലുണ്ട്. പിന്നെ തേയ്മാനത്തിലുപരി ന്യൂറോയുടെയും കൂടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കും സർജറിയോട് നമുക്ക് വീട്ടിൽ ആർക്കും അച്ഛനും ഒന്നും താല്പര്യമില്ല. പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൂടെ നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. റെസ്റ്റ് എടുത്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും തന്നെയാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. എന്നിട്ട് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ശേഷം ഒരുപാട് ലേറ്റായി കേട്ടോ വരാനായിട്ട്. പിന്നെ കുഞ്ഞിയും കൊണ്ട് ഒരുപാട് സമയമായി. നമ്മൾ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ട് കയറിയില്ല. അവൾ കാറിൽ ഞാനോ സച്ചിനൊക്കെ മാറി ഇരുന്നിട്ട് അവൾ കാറിലാണ് ഇരുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചപ്പോൾ ഒരുപാട് ലേറ്റായി. ഇവളെ കൊണ്ട് ഒത്തിരി സമയമായില്ലേ എന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്ന് അവിടെ കണ്ണൂസി കയറി ഐസ്ക്രീമൊക്കെ വാങ്ങി. എന്നിട്ട് എനിക്ക് നമ്മുടെ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ പോയിട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഒന്ന് വെട്ടുകാട് ചർച്ച് വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഈ ആഴ്ച പോയില്ല. എങ്കിൽ പിന്നെ പോകാമെന്നില്ല. വേദയ്ക്ക് സ്കൂൾ ലീവാണല്ലോ. മൺഡേ ആയിട്ട് ഇന്നലെ മറ്റേ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ലീവ് ഉണ്ടായിരുന്നല്ലോ, ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ വേദ ട്യൂഷന് വിട്ടിട്ട് വെട്ടുകാട് പോകാമെന്നില്ല. വീണ്ടും കുഞ്ഞ് റെഡി ആവാണ്. കുഞ്ഞിയാണെങ്കിൽ ഭയങ്കര യാത്രാപ്രേമിയാണ് കേട്ടോ. പാമ്പേഴ്സ് ഇടുമ്പോഴേ ആൾക്കറിയാം എവിടെയോ പോകാനാണെന്നുള്ളത്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ പാമ്പേഴ്സ് ഇടത്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്ത നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് സാരി കേട്ടോ. അങ്ങനെ അമ്മ അതൊക്കെ ഉടുത്ത് അതിന് മാച്ചായിട്ടുള്ള കമ്മലൊക്കെ ഇട്ട്, അത് അമ്മയുടെ ജിമിക്ക് കമ്മൽ അതിന് മാച്ചാണ് കേട്ടോ. ബ്ലാക്ക് സ്റ്റോൺ വരുന്ന കമ്മലാണ് അത്. പിന്നെ കരിമണി മാല എല്ലാം കൂടി ഇട്ടിട്ട് അമ്മ വലിയ സെറ്റപ്പിലൊക്കെ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. 2:45 ഒരുങ്ങാൻ കയറിയതാണ്. 3 മണിയായിട്ട് ഇറങ്ങിയില്ല. അമ്മ പണ്ട് സ്ഥിരമായിട്ട് സാരി ഉടുക്കുന്ന ആളായിരുന്നു. ഇപ്പം അമ്മ അങ്ങനെ സാരി ഉടുപ്പൊന്നുമില്ല കേട്ടോ. ചുരിദാറാണ് കൂടുതൽ. ചുരിദാറും പണ്ടിടുമായിരുന്നെങ്കിലും സാരിയാണ് കൂടുതൽ. അച്ഛന് ഇഷ്ടമല്ല ചുരിദാർ അമ്മ ഇടുന്നത്. ആ ഒരു കുലീനത്വം വരില്ലെന്നാണ് പറയുന്നത് ചുരിദാർ ഇട്ടാൽ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, സാരി എടുത്ത് കുത്തി കയറ്റിയത്. സാരി ഉടുക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ അമ്മ നന്നായിട്ട് സാരി ഉടുക്കും കേട്ടോ. പക്ഷെ ഇന്ന് ഉടുത്തത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് വേദ ട്യൂഷന് വിട്ട ശേഷം ഞങ്ങൾ അമ്മ പറഞ്ഞില്ലേ വെട്ടുകാട് ചർച്ചിൽ പോകാം, എന്തൊക്കെയോ കുറേയേറെ നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അങ്ങനെ നമ്മുടെ ജയിലിൻ്റെ ക്യാൻറ്റീനിൽ വന്നിട്ട് കിഴി പൊറോട്ട ചോദിച്ചപ്പോൾ അത്രയും എണ്ണത്തിനില്ലയെന്ന് പറഞ്ഞു. പിന്നെ പൊറോട്ടയും ഇടിയപ്പവും കറിയും കൂടിയാണ് വാങ്ങിയത്. കുറച്ച് ഇടിയപ്പവും കറിയും വാങ്ങിയിട്ട് അവിടെ നമ്മൾ വെട്ടുകാട് ചർച്ചിൽ കൊടുക്കാമെന്ന് കരുതി.
കുഞ്ഞെ പൂർണ്ണ ആരോഗ്യത്തോടെ വേറെ വിഷമങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടാനും പിന്നെ ചീമയുടെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ അമ്മ നേർച്ച നേർന്നതാട്ടോ. അങ്ങനെ അതിനെല്ലാം കൂടി വാങ്ങി കുഞ്ഞിയും കൊണ്ട് നമ്മൾ പോയി കൊടുക്കുകയാണ്. അവിടെ വെട്ടുകാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും പാവപ്പെട്ടവരാണ്, ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാത്തവരാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മളല്ലെങ്കിൽ നേർന്നത് അല്ലെങ്കിൽ നമുക്ക് 10 പേർക്ക് കൊടുക്കണമെന്ന് തോന്നി കൊടുക്കുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഓർഫനേജിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ റോഡ് സൈഡിലുള്ള അമ്മമാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ റോഡ് സൈഡിലൊന്നും അധികം ആൾക്കാരെ കാണാതെ ആയപ്പോഴാണ് ഇവിടെ വെട്ടുകാട് ചർച്ചിൻ്റെ സൈഡിൽ ഒരുപാട് പാവങ്ങളുണ്ട് കേട്ടോ. അവരെത്തുമ്പോഴേക്കും അവിടേക്കുള്ള അല്ലാത്തവർ വന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നമ്മളത് നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഒരു കടമ ചെയ്യുന്നു. അത് ആര് വാങ്ങുന്നു കഴിക്കുന്നു എന്നറിയില്ല. ചിലപ്പോൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, കഴിക്കാൻ വിശന്ന് തളർന്നിരിക്കുകയായിരിക്കും. നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ അത് അവർക്കൊരു വലിയ കാര്യമായിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞി പെണ്ണുമായിട്ട് നമ്മളിതേ ഫുഡൊക്കെ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും പോലെ ഇതിപ്പോൾ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു 5 പൊതിയെങ്കിലും 5 പേർക്ക് ഭക്ഷണം ഒരു നേരം കഴിക്കാനില്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒരു നേരത്തെ പ്രാർത്ഥനയിൽ നമ്മളും ഉണ്ടാവും. അത് ആ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് വളരെ വലുതാട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കൊടുത്തവരുടെ വീഡിയോ ചിലരൊക്കെ വന്ന് വാങ്ങുന്ന വീഡിയോ കാണിച്ചപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിരുന്നു, എന്തിനാ അവരുടെ ഫേസ് കാണിച്ചതെന്ന് ചോദിച്ചിട്ട്. അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ വാങ്ങാൻ വരുന്നവരെ വീഡിയോ എടുക്കത്തില്ല. അവരേത് സാഹചര്യത്തിലാണ് നമ്മളുടെ അടുത്ത് വന്ന് ആഹാരം വാങ്ങുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത്രയും പേര് കാണുന്ന വീഡിയോ ആണ്. അതിനുശേഷം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്നത് മാത്രമേ കാണിക്കത്തുള്ളൂ, ആര് വാങ്ങുന്നു എന്നുള്ളത് കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ ശരി, ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ബൂസ്റ്റർ ചായയിൽ വന്ന് ഒരു ബൂസ്റ്റർ ചായയൊക്കെ കുടിച്ചു. ബൂസ്റ്റർ ചായ അല്ല, ചീമൊരു മസാല ടീ, ഞാനൊരു സ്ഥിരം ബദാം ടീയും ഒരു കടിയൊക്കെ വാങ്ങിച്ച് കുറേ നാളിന് ശേഷം കഴിച്ചു. കൊളസ്ട്രോളൊക്കെ കയറി കിടക്കുകയാണ്, എങ്കിലും ഇതിനൊന്നും ഒരു കുറവുമില്ല. ഞാനത് പറഞ്ഞ് തിന്ന് ചാവട്ടെ, അത് തന്നെ കാര്യം. പക്ഷെ കിടക്കാണ്ടിരുന്നാൽ മാത്രം മതി. എന്നിട്ട് പോകുന്ന വഴിക്ക് വറുത്ത കപ്പലണ്ടി കണ്ടപ്പോൾ പിന്നെ അതുകൂടെ വാങ്ങിച്ചിട്ട് പോകുന്നത്. ചേട്ടൻ തമിഴ് ചേട്ടനായതുകൊണ്ട് ചേട്ടാ എവിടെ ഊരെന്നൊക്കെ ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു മധുര തെരിയുമാ. ഞാൻ പറഞ്ഞു ഓ മധുര. അങ്ങ് പക്കത്തിൽ രാമേശ്വരം, രാമേശ്വരം രാമനാഥപുരം എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. കുറച്ച് തിരക്കായി പോയിട്ടോ, അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോ. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.